പരിപ്പൊക്കെ ഇതുണ്ട് പിന്നെ ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരാൻ തുടങ്ങി. ഞെക്കി ഓഫാക്കി പേര് മുഴുവനായി. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് കണ്ടോ, കടലയും അണ്ടിപ്പരിപ്പും കൂടെ വെച്ചിട്ടാണ്. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സംഭവം കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുവേ പിള്ളേരെനിക്ക് തോന്നുന്നു അങ്ങനെ കറികളും പച്ചക്കറികളൊക്കെ കൂട്ടുന്നത് കുറവാണ്. അപ്പോൾ പിള്ളേരെ കറികളൊക്കെ കൂട്ടിക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഇവിടുത്തെ പിള്ളേരും അങ്ങനെ കറികളൊന്നും കൂട്ടുകയില്ല. അപ്പം കൊടുത്താലും ചപ്പാത്തി കൊടുത്താലും പത്തിരി കൊടുത്താലും പൊറോട്ട കൊടുത്താലും ഒക്കെ പഞ്ചസാര വേണം, അല്ലെങ്കിൽ തേൻ വേണം, അല്ലെങ്കിൽ ശർക്കര വേണം. ഇതല്ലാണ്ട് പിള്ളേർ കഴിക്കുകയല്ല. ഇച്ചിരി മധുരമുള്ള എന്തെങ്കിലും കിട്ടിയാലേ അവരിതൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവരെ കഴിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടുള്ള എന്തായാലും കറികളൊന്നും കൂട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാരയൊന്നും കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് പീനട്ട് ബട്ടർ കേട്ടോ. അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ തൊലിയൊക്കെ കളയണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇതുണ്ട് പിന്നെ ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെറിയ തീയിലിട്ട്, വലിയ തീയിലിട്ട് അതിൻ്റെ പെട്ടെന്ന് പുറം കരിഞ്ഞു ഡ്രൈ ആകുകയില്ല. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ശരിക്കും അണ്ടിപ്പരിപ്പിൻ്റെ എന്താ പറയുക, ആ വെള്ളമൊക്കെ ഇത് ഡ്രൈ ആയി വരുന്ന പോലെ ഇങ്ങനെ ഇളക്കണം. ഇപ്പോൾ ഏകദേശം ഇത് എടുക്കാനുള്ള പരുവായിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. എന്നാൽ പാകത്തിനാവുകയും വേണം, എന്നാലും എണ്ണയൊക്കെ തെളിഞ്ഞ് വരുള്ളൂ. അതേ പാലോട്ട് നമ്മൾ ചില സ്ഥലങ്ങളോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഈ കടലയ്ക്ക് വേറെന്തോ എന്നാ കപ്പലണ്ടി എന്നൊക്കെയാണ് പറയണമെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ കടല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇത് സാധാരണ നമ്മൾ കടലയൊക്കെ എപ്പോഴും വറുക്കാറുള്ളൂ. അപ്പം നമ്മുടെ കടല നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. അതും ചെറിയ തീയിലിട്ട് വറുത്ത കേട്ടോ. കുറച്ച് നേരം വറുക്കണം, എന്നാലും അതിങ്ങനെ ആയി കിട്ടുള്ളൂ. എന്നാലും നമുക്കിത് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ പൊടിക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണമെങ്കിൽ നന്നായിട്ട് തന്നെ അത് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ നമ്മൾ ചെറിയ തീ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഈ ഒരു കളർ വരെ അതോടെ വരെ നമ്മൾ വറുത്തെടുക്കും. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് മുഴുവനായി അതിൻ്റെ തൊലി വറുത്തപ്പം തന്നെ കുറേയൊക്കെ പൊടിഞ്ഞ് പോയി. നമ്മൾ റോസ്റ്റ് ആക്കിയപ്പോൾ തന്നെ ഒരുപാട് എൻ്റെ തൊലിയൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് പേറ്റി പെറുക്കി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കളയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുറത്തിനകത്തിട്ട് പേറ്റി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ പറന്ന് പോക്കോളും, നമുക്ക് ക്ലീനായിട്ട് കിട്ടും. അണ്ടിപ്പരിപ്പ് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ കടലയും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ആ ജാറിനകത്തോട്ട് ഇട്ടിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ഒരുമിച്ച് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ കടലയുടെ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു എണ്ണമയമാണ് അതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ബൗളിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അതുകൊണ്ട് ചേർത്താൽ നമുക്ക് കുറച്ച് രുചിയൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയും കഴിക്കുക കേട്ടോ. അതായത് നമ്മൾ ചേർക്കുന്നത് തേനാണ് കേട്ടോ. അപ്പോൾ തേൻ എന്ന് പറയുമ്പോൾ അത്ര കുഴപ്പമില്ലല്ലോ. മറ്റേ പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടം ശർക്കര ഒന്നും ഇട്ടിട്ട് ഇത് ഉണ്ടാക്കി വെക്കരുത്. തേനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തേൻ ഒഴിച്ച് തന്നെ ഇത് ഉണ്ടാക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഷുഗർ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മളിത് എന്താ പറയുക, പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. വലിയ മധുരം ഉണ്ടാകില്ല, എന്നാൽ ടേസ്റ്റും ഉണ്ടാകും അണ്ടിപ്പരിപ്പൊക്കെ ആയതുകൊണ്ട്. നമ്മുടെ സംഭവം ഇങ്ങനെ തേനൊക്കെ വെച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ചെടുത്തിട്ട് ചപ്പാത്തിയിൽ വെച്ച് കാണിക്കാം.
അപ്പോഴത്തേനൊക്കെ ഓഫാക്കി. ഇത്തിരി ഡ്രൈ ആണ്, പിന്നെ മധുരം ഒരുപാട് വേണ്ടാത്തതുകൊണ്ട് ഒരുപാട് തേൻ ഒഴിച്ചിട്ട്. അപ്പം നമുക്ക് ഇനി ചുരുട്ടി എടുക്കുക. എന്നിട്ട് അപ്പം ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തിന്നോടെ അപ്പോൾ ചപ്പാത്തി തേച്ചെടുത്തത് നമ്മൾ കഴിച്ചു കൊടുക്കാം. ചപ്പാത്തി തണുത്ത് പോയി, എൻ്റെ കുഴപ്പമുള്ളൂ. ഇത് മറ്റേ തിന്നുമ്പോൾ നല്ല. ഇപ്പം മഴയുള്ള അപ്പത്തേനും ആലോചിച്ചിട്ട് രാവിലെ ഉണ്ടാക്കി അപ്പത്തേല അതുകൊണ്ട് ആ തണുത്ത് ചപ്പാത്തി തണുത്ത് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ നല്ല കറിയൊന്നും കൂട്ടാതാണ് നമുക്കിങ്ങനെ യാത്രയുടെ ടിഫിനൊക്കെ കൊണ്ടുപോകാനല്ല. കറിയാണെ വളിച്ചൊക്കെ പോലെ ടിഫിനായിട്ടൊക്കെ കൊണ്ടുപോകാനും നല്ല. ട്രെയിൻ യാത്രയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കൊണ്ടുപോയാൽ നമുക്ക് ഓരോന്നിട്ട് കഴിക്കാം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. കറി കൂട്ടാത്ത പിള്ളേർക്കും അല്ലാത്തവർക്കും കൂട്ടാൻ നല്ല. ഇങ്ങനെ ബ്രെഡിൻ്റെ കൂടെ നമ്മളിപ്പോൾ മറ്റേ ന്യൂട്രലൊക്കെ വാങ്ങുമല്ലോ, ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ബ്രെഡിനും ചപ്പാത്തിയിലും അപ്പത്തിനും ഒക്കെ മധുരമുള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഒരു ദോഷമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറികളൊന്നും കൂട്ടാതെ പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് തിന്നോളാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.